Hi everyone, welcome back to Winbridge English Academy. Today I'm going to share with you how to ask the polite question with a could. Could use ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ how to ask the question. Already, yes. In our last video, we have already discussed there are 5 types of usages in case of could. The first one, past ability, we studied in our lesson 2 video. The second one, polite request, now I'm about to take. We can start our class. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരാളുടെ ഒരു ഹെൽപ്പ് വേണം. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കുഡ് വെച്ചിട്ട് ചോദിക്കുക? കുഡ് യു, ഫസ്റ്റ് കുഡാണ് വെക്കേണ്ടത്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോബ്ലം. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോബ്ലം. ഈ പ്രശ്നത്തിൽ എന്നെ ഒന്ന് സഹായിക്കുമോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? സെക്കൻഡ് വൺ, നമ്മൾ ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ്. നമുക്ക് കുറേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളോട് നമ്മൾ സം അഡ്വൈസ് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തരുമോ? ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. കുഡ് യു പ്ലീസ് ഗിവ് മീ സം അഡ്വൈസ്. അല്ലാതെ പ്ലീസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ചോദിക്കാം. കുഡ് യു ഗിവ് മീ സം അഡ്വൈസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? കുഡ് യു പ്ലീസ് ഗിവ് മീ സം അഡ്വൈസ് ഓർ കുഡ് യു ഗിവ് മീ സം അഡ്വൈസ്. നെക്സ്റ്റ് വൺ, നമ്മളൊരാളോട് ഞാനൊരു ഫേവർ ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? അപ്പോൾ എന്താണ്? ഞാൻ ചോദിച്ചോട്ടെ, ദയവായി ഞാൻ ചോദിച്ചോട്ടെ എന്നുള്ളതാണ്. എങ്ങനെയാണ്? കുഡ്. നേരത്തെ നമ്മൾ കുഡ് യു ആണ് വെച്ചത്. അതെന്താണ്? നിങ്ങൾ ചെയ്തു തരൂ എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ കുഡ് ഐ ആസ്ക് യു, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. കുഡ് ഐ ആസ്ക് യു ഫോർ എ ഫേവർ, ഒരു ഫേവർ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. നെക്സ്റ്റ് നമ്മളൊരു പ്രോഗ്രാം ഉണ്ട്, എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കുഡ് യു കൈൻഡ്ലി പ്രൊവൈഡ് സം ഫീഡ്ബാക്ക്? കുഡ് യു കൈൻഡ്ലി പ്രൊവൈഡ് സം ഫീഡ്ബാക്ക് ഓൺ മൈ പ്രസൻറ്റേഷൻ? എൻ്റെ പ്രസൻറ്റേഷൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞു തരുമോ ചോദിക്കില്ലേ? അതാണ് കുഡ് യു kindly provide some feedback on my presentation. നെക്സ്റ്റ്, ഇപ്പം നമുക്ക് ഈ കുഡ് യു കഴിഞ്ഞ് പ്ലീസ് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. കുഡ് യു കഴിഞ്ഞ് നമുക്ക് പ്ലീസ് വെക്കാം, കൈൻഡ്ലി വെക്കാം. ഒന്ന് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, ഒന്നുകൂടെ മോർ പൊളൈറ്റ് ആക്കാൻ വേണ്ടി നമുക്കത് ആഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കുഡ് യു കൈൻഡ്ലി, കുഡ് യു പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ്, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന മെനു നമുക്കൊന്ന് കിട്ടണം. എന്തൊക്കെയുണ്ട് അവിടെ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പാസ് ചെയ്യൂ എന്നുള്ളത് ചോദിക്കുകയാണ് നമ്മൾ. എങ്ങനെയാണ്? കുഡ് യു പ്ലീസ് പാസ് മീ, എനിക്കതൊന്ന് പാസ് ചെയ്യോ? കുഡ് യു പ്ലീസ് പാസ് മീ ദ മെനു. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. അപ്പം നമ്മൾ പരിചയമില്ലാത്ത, നമ്മൾ ഫെമിലിയർ അല്ലാത്തൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ അവിടുത്തെ ആളുകളോട്, റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ്, ഇവിടെ അടുത്ത് എവിടെയാണ് റെസ്റ്റ് എടുക്കുന്ന റൂം ഉള്ളത്? എങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്? ട്രൈ ചെയ്യണേ. എങ്ങനെയാണ് ചോദിക്കുക? കുഡ് യു ടെൽ മീ, എന്നോട് പറയൂ. കുഡ് യു ടെൽ മീ വേർ ദ നിയറസ്റ്റ് റെസ്റ്റ് റൂം ഈസ്? എങ്ങനെയാണ്? കുഡ് യു ടെൽ മീ വേർ ദ നിയറസ്റ്റ് റെസ്റ്റ് റൂം ഈസ്? അപ്പം എൻ്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, എനിക്ക് പരിചയമില്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് എന്നെ ഒന്ന് കാണിക്കോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണത്? കുഡ് യു പ്ലീസ് ടെൽ മീ, എന്നോടൊന്ന് ദയവായിട്ട് പറയോ. കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ ടു യൂസ് ദ സോഫ്റ്റ്വെയർ? വെരി സിമ്പിൾ ആണ്. കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ ടു യൂസ് ദ സോഫ്റ്റ്വെയർ? നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് മീ ലാസ്റ്റ് എക്സാമ്പിൾ. ഇതോടുകൂടെ നമ്മുടെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇസ് ദാറ്റ്? കുഡ് യു പോസിബിളി, സാധ്യമാവുകയാണെങ്കിൽ
നമ്മൾ നേരത്തെ പറഞ്ഞു കുഡ് യു പ്ലീസ് വെക്കുക, കുഡ് യു കൈൻഡ്ലി വെക്കുക. ഇവിടെ നമ്മൾ കുഡ് യു പോസിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൂടുതൽ മോർ പൊളൈറ്റ് ആകുമ്പോൾ നമുക്ക് പോസിബിളി ആഡ് ചെയ്യാൻ പറ്റും. കുഡ് യു പോസിബിളി ഹോൾഡ് മൈ ബാഗ്. സാധ്യമാവുകയാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ബാഗ് ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്നുള്ളത്, ഒന്ന് പിടിക്കണേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കാർട്ടൺ ഉണ്ട്, അപ്പോൾ എക്സ്ട്രാ ഒരു കാർട്ടൺ കൂടെ എനിക്ക് ക്യാരി ചെയ്യണം, അത് ഐ കാൺറ്റ്. അപ്പം നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആരോ ഉണ്ട്, നമ്മൾ പറയാണ് ആ ബോക്സ് ഒന്ന് ക്യാരി ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഇങ്ങനെ പറയാം നമുക്ക് കുഡ് യു പ്ലീസ് ക്യാരി ദാറ്റ് ബോക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കുഡ് യു പോസിബിളി ക്യാരി ദാറ്റ് ബോക്സ്. Okay, now I am going to wind up our class. If you have any doubts or your advice, you can comment here. I will touch very soon. Thank you so much. Take care. Bye-bye.